ഹായ്. ഇനി ചിക്കൻ കൊണ്ടുവരുമ്പോൾ ഒരു പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ ട്ടോ. നമ്മൾ പുറത്തുനിന്ന് വലിയ വില കൊടുത്തിട്ടൊന്നും വാങ്ങണ്ട. നമ്മളെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു മസാല ഷവായിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ചെറിയ 2 വലിയുള്ളി തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് 4 കീറാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചധികം ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കാൻ നോക്കുക. നമ്മൾ മസാല ഷവായ അല്ല ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ചെറിയുള്ളി കുറച്ച് എടുത്തിട്ടുണ്ട്. വെറും ചെറിയുള്ളി ആകുമ്പോഴും നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതാ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞിട്ട്. ഇതിൻ്റെ കണക്കൊന്നും ഞാൻ പറയണില്ല. പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് അറബിക് മസാല പൗഡറാണ് കേട്ടോ, അതിട്ട് കൊടുക്കുക. പിന്നെ ഇതാ ഒരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ 2 തക്കാളി, മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ, അപ്പോൾ അത് 2 എടുത്തിട്ടുണ്ട്. അതൊന്ന് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാനിതിൻ്റെ തണ്ടൊക്കെ ഒഴിവാക്കണമെന്നില്ല, അതോടുകൂടി തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇനി നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ഈ സമയം കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവിനായിട്ട് കുരുമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകും കുരുമുളകാണ് നമ്മളിതിൽ കാര്യമായിട്ട് എരിവിനായിട്ട് എടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് പെരിഞ്ജീരകപ്പൊടിയും ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചിട്ടെടുക്കുക. ഇപ്പോൾ ഇതോടെ നന്നായിട്ട് തന്നെ അരച്ചിട്ട് എടുത്തിട്ടുണ്ട്. ചിക്കൻ ഞാനൊരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ തൂക്കും അളവും കാര്യങ്ങളൊന്നും ഞാൻ പറയണില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇനി ഈ ചിക്കനെ ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. നമ്മുടെ മസാലയ്ക്കായ്ക്ക് നന്നായിട്ട് തന്നെ ഇറങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ എല്ലാം ഇങ്ങനെ കുത്തി കൊടുത്തിട്ട് എടുത്തിട്ടുണ്ട്. 4 പീസാക്കിയിട്ടാണ് കേട്ടോ ചിക്കൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. അത് നമ്മൾ അരക്കണ ടൈമിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ അത് വിട്ടു പോയിന്ന് കേട്ടോ, അതുകൊണ്ടാണ് ഇപ്പോൾ വെച്ചത്. അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. കയ്യിലൊരു ഗ്ലൗസ് ഇടുന്നത് നന്നായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ കൈയൊക്കെ ഒന്നിങ്ങനെ ചുട്ടു പോകണ പോലെ ആയിരിക്കും. ഇനി ഇത് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 മണിക്കൂറിന് ശേഷം കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങി വരും കേട്ടോ ചിക്കനിന്, അത് ഊറ്റിക്കളയണേ. ഇനി കുക്കർ ചൂടായി, അതിലേക്ക് ഞാൻ ഇത് ഓരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. 4 പീസല്ലേ, അതിട്ട് കൊടുത്ത ശേഷം പിന്നെ നമ്മളിതിൻ്റെ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഞാൻ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ചധികം മസാല എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അളവ് ഒക്കെ കുറച്ചിട്ട് എടുക്കുക. ഈ ചിക്കൻ ഇട്ട് കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു വിസിൽ അടുപ്പിക്കട്ടോ. ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വിസിലടുപ്പിക്കാൻ. എന്നിട്ട് ആ വിസിലൊക്കെ പോയി കഴിഞ്ഞിട്ട്, അതിൻ്റെ ആവിയൊക്കെ പോയി കഴിഞ്ഞിട്ട് ശേഷമാണ് കുക്കർ തുറന്ന് നോക്കണത്. ഇപ്പോൾ നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല, അത് നമ്മൾ പിന്നെ ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു ചിക്കനായിട്ടാണ് കേട്ടോ ഇതിലുള്ളത്. ഇനി ഇതൊരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ, അത് ഓരോ പീസായിട്ട് മസാലയൊന്നും പെടാതെ ഇതിലേക്ക് ഓരോ പീസ് ചിക്കൻ മാത്രമായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലുള്ള മസാലയൊക്കെ അവിടെ നിന്നോട്ടെ. നമ്മൾ ബാക്കിയുള്ള മസാല ഉണ്ടല്ലോ, അതിൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, അത് പെടാതെ ചിക്കൻ പീസ് മാത്രമായിട്ട് ഇങ്ങനെ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ. ഫുള്ളിലിട്ട് വെച്ചാൽ, തീ ഫുള്ളിലാക്കിയിട്ട് വെച്ചാൽ ഇത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഈ മസാലയൊക്കെ കരിഞ്ഞു പോകട്ടെ, അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറിയ തീയിലിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ മതി. 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാനിതിവിടെ ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കുക. ഇത് എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം, നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഇതൊക്കെ ഉടഞ്ഞിട്ട് പോകട്ടോ ചിക്കൻ്റെ പീസൊക്കെ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഈ പാനിൽ നിന്ന് ഇതൊക്കെ മാറ്റിയ ശേഷം പിന്നെ നമ്മൾ കുക്കറിൽ ബാക്കിയുള്ള ഗ്രേവി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ, ഈ പാനിലേക്ക്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ കൂടുതൽ ചേർത്തുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് അത്യാവശ്യം കുറുകിയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ മസാല. എന്നാലും ഒന്നുകൂടി ഒന്ന് വറ്റിച്ചിട്ടെടുക്കുക കേട്ടോ. ഇപ്പോൾ ഗ്യാസിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനത് വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അടിക്ക് പിടിക്കൊന്നുമില്ല, എന്നാലും ഒന്ന് ഇളക്കി കൊടുത്ത് ഇങ്ങനെ ഇതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ അതിവിടെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കൻ്റെ പീസ് നമ്മൾ ഫ്രൈ ആക്കി വെച്ച പീസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ടിത്
ഞാൻ തീ ഓഫാക്കിയിട്ടില്ല, ചെറിയ തീയിലിട്ടിട്ട് ആണ് ഇത് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ്റെ പീസ് ഫുള്ളായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഇതൊന്ന് തിരിച്ചിട്ടും കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മസാലയൊക്കെ അതിൻ്റെ പീസിൻ്റെ മുകളിലൂടെ അങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാനിതിവിടെ പൊറോട്ടയുടെ കൂടെയാണ് സെർവ് ചെയ്യണത്. ഇത് എന്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അപ്പോ എന്തിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിലും ടേസ്റ്റാണ്. പക്ഷേ പൊറോട്ടയുടെ കൂടെ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റാണെന്നുള്ളൂ. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നും ചിക്കനൊക്കെ വാങ്ങി കറി വെക്കുക അല്ലെങ്കിൽ നമ്മൾ വരട്ടുക അങ്ങനെയൊക്കെ ഈ കാര്യം ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. നല്ല ഹെൽത്തിയാണിത്. ഒരുപാട് ഓയിലൊന്നും നമ്മളിതിൽ ഒഴിച്ച് കൊടുക്കണില്ല. പിന്നെ സൺഫ്ലവർ ഓയിൽ ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചിട്ട് വേണമെങ്കിലും അങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നാലും ഇത് നന്നായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ഇഷ്ടമാവും ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഷവായ കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. ലൈക്ക് ചെയ്യാനൊന്നും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.